മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിങ്ങൾ പ്രഗതി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഒരു മാഗസീൻ്റെ പേര് പ്രഗതി എന്നാണ്. ഡൽഹിയിൽ പ്രഗതി മൈതാനമുണ്ട്, വലിയ വലിയ എക്സിബിഷൻ നടത്തുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പ്രഗതി എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ശ്രീ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിന് ശേഷം എല്ലാ മാസങ്ങളിലും, ഈ മാസവും 5 രാഷ്ട്രങ്ങളിലെ യാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് അടുത്ത ദിവസം രാവിലെ പ്രഗതി മുറിയിലാണെന്ന് തോന്നുന്നു പ്രഗതി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രഗതി എന്ന വാക്കിന് എക്സ്പാൻഷൻ ഉണ്ട്. പിക്ക് എക്സ്പാൻഷൻ ഉണ്ട്, ആറിന് എക്സ്പാൻഷൻ ഉണ്ട്, എക്കുണ്ട്, ജിക്കുണ്ട്, എക്കുണ്ട്, ടിക്കുണ്ട്, ഐക്കുണ്ട്. എക്സ്പാൻഷൻ ഉണ്ട്, ഞാൻ ഓർക്കണില്ല. അപ്പൊ പ്രഗതി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാര് ഒരു മന്ത്രിമാരും ഇല്ലാതെ ആ ചീഫ് സെക്രട്ടറിമാരെ വിളിച്ച് പ്രധാനമന്ത്രി ഫേസ് ടു ഫേസ് ഡിസ്കസ് ചെയ്യാം. പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിൽ സെക്രട്ടറിമാരുണ്ടാവും, സെൻട്രൽ മിനിസ്ട്രിയുടെ സെക്രട്ടറിമാരുണ്ടാവും. ഇവർക്ക് 10-15 ദിവസം മുമ്പ് അടുത്ത പ്രഗതി മീറ്റിംഗിൽ നിങ്ങൾ എന്തെല്ലാമാണ് പ്രസന്റ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അയച്ചിട്ടുണ്ടാവും. എൻ്റെ ഡോക്യുമെന്റുകളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ചീഫ് സെക്രട്ടറിമാർ വരേണ്ടത്. അതിൽ വളരെ രസകരമായിട്ട് ഞാൻ ഇപ്രാവശ്യം വായിച്ചത്, ആസാമിൽ നിന്ന് വന്ന ചീഫ് സെക്രട്ടറിയോട് അന്വേഷണം ചോദിച്ചത്, 84 കിലോമീറ്റർ നീളത്തിലുള്ള ആസാം മിസോറാം റെയിൽവേ സ്റ്റേഷൻ എന്തുകൊണ്ട് പൂർത്തിയായില്ല? 2008 ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. കാരണം ഇടയ്ക്ക് ഒരു വ്യക്തിയുടെ 5 ഏക്കർ സ്ഥലം അതായത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് 83 കിലോമീറ്റർ റെയിൽവേ ലൈനും പൂർത്തിയായി, അവസാനത്തെ 1 കിലോമീറ്റർ ഇയാൾ ഭൂമി വിട്ടുകൊടുക്കാത്തത് കൊണ്ട്. അപ്പോ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ പോയി വേണ്ടത് ചെയ്യണമെന്ന്. ആ 1 കിലോമീറ്റർ ഒരാഴ്ച കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് ഉദ്ഘാടനത്തിന് ഇരിക്കുകയാണ്. ഒരു 6-7 വർഷമായിട്ട് നടക്കാതെ കിടക്കുന്നത് ഒരൊറ്റ ടെലിഫോൺ കോൾ കൊണ്ട് നടത്തി. പിന്നെ കർണാടകയില് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ലൈൻ ഇടുന്നതിനെ കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് അത്ര താല്പര്യമില്ല. അതിന് പ്രധാനമന്ത്രി പറഞ്ഞത് താല്പര്യം ഇല്ല എങ്കിൽ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന് റിപ്ലൈ പറയാൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറി പറഞ്ഞു ബാക്കിയുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് പൈസ എടുത്തിട്ട് നടത്തിക്കൊള്ളാം, സ്റ്റേറ്റ് ഗവൺമെന്റ് താല്പര്യമില്ലാത്തത് നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്യാൻ പോയതാണ്. ഏതായാലും കോടിക്കണക്കിന് രൂപ മുടക്കിയത് അത് വീണ്ടും ഗംഭീരമായിട്ട് വന്നു. ഇങ്ങനെ ഒരു 100-150 വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. 2000 മുതൽക്കോ 1995 മുതൽക്കോ പണി ആരംഭിച്ച് എവിടെയും എത്താതെ നിൽക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും അതിൽ ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യുക, ഫണ്ട് പോരാത്തതുണ്ടെങ്കിൽ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ളതാണെങ്കിൽ കൊടുക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ചെയ്യുമോ ഇല്ലയോ എന്ന് മിനിറ്റുകൾ കൊണ്ട് അറിയിക്കുക. അതേപോലെ തന്നെ പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലത് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒപ്പിട്ട് അവിടെ വെച്ച് തന്നെ ഫണ്ട് സാങ്ഷൻ ചെയ്യാം. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള എല്ലാ പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുന്ന പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ആക്കാനുള്ള കഴിഞ്ഞ 2 വർഷം നടക്കുന്ന മീറ്റിങ്ങിനെയാണ് സാധാരണ പ്രഗതി മീറ്റിംഗ് എന്ന് പറയുക. ആ പ്രഗതി മീറ്റിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടാത്തത് ഇവിടെ നിന്ന് സാങ്ഷൻ ചെയ്യില്ല. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ പതുക്കെ ചിന്തിച്ച് പറയുന്നത് വരെ കാത്തിരിക്കില്ല. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, നടപ്പാക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാക്കുക, നടപ്പാക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. നിങ്ങളുടെ പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യുക, പകുതി വഴിക്ക് വെച്ച് നിർത്തിയിരിക്കുന്നതിനെ പൂർണ്ണമാക്കാൻ ആദ്യം ശ്രമിക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ മിനിറ്റുകൾ കൊണ്ട് സാങ്ഷൻ ചെയ്യുന്നു. ശരിക്കും ഞാൻ പറയേണ്ടായി, മെയ് മാസം 27-ാം തീയതിയോ 26-ാം തീയതിയോ മറ്റോ ആണ് ഈ ഗവൺമെന്റ് ഡോക്ടർമാരുടെ സേവന വർഷം 60-ൽ നിന്ന് 65 ആക്കാൻ തീരുമാനിച്ചത്. 72ാമത്തെ മണിക്കൂർ അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തും കഴിഞ്ഞു. അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് വേഗതയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ചീഫ് സെക്രട്ടറിമാരുമായിട്ട്
നേരിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നതാണ് ശരിക്കും പ്രഗതി മീറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ രസം തോന്നി. നല്ല നല്ല പ്രോജക്റ്റുകളൊക്കെ മിനിറ്റുകൾ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ പൊളിറ്റിക്സോ റെഡ് ടേപ്പോ ഒന്നും നോക്കാതിരിക്കുക. അത്രയും സ്പീഡിൽ കേരളത്തിന് പോകാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ഇന്നലത്തെ മാതൃഭൂമിയിൽ കണ്ടത്. സാധാരണക്കാരൻ്റെ എല്ലാ ഫയലുകളും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതൊക്കെ 4 ആഴ്ച കൊണ്ട് 1 മാസം കൊണ്ട് ഡിസ്പോസ് ചെയ്തേക്കണം, കെട്ടിവെക്കരുത് എന്നുള്ളതും, ആവശ്യമില്ലാതെ ഫയലുകൾ സെക്രട്ടേറിയറ്റിലേക്ക് അയക്കരുത് എന്നുള്ളതും, അവിടെ തീരുമാനിക്കാനുള്ളത് അവിടെ തീരുമാനിച്ചിട്ട് തീർപ്പ് കൽപ്പിച്ച് വിട്ടേക്കണം എന്നുള്ളതും, ആവശ്യമില്ലാതെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലിനും അവസരം കൊടുക്കരുതെന്നും വളരെ സ്ട്രിക്റ്റായിട്ട് ശ്രീ പിണറായി വിജയൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തത് വളരെ സന്തോഷം തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതിൻ്റെ കോൺസിക്വൻസുകൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് സ്റ്റെപ്പ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിലും ഭാരതത്തിലും ഉണ്ടായാൽ വളരെ ഗംഭീരമായിരിക്കും. അതേപോലൊരു അസാധാരണമായിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കാനായിട്ട് കോടതിക്കും ഇലക്ഷൻ കമ്മീഷനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ഒരുമിച്ച് ഇലക്ഷൻ നടത്തുക. അപ്പോൾ ഇപ്പോൾ വേണ്ടി വരുന്ന ചെലവിൻ്റെ ഒരു 1/3 ചെലവ് മതിയാവും, എക്സ്പെൻസ് അത് മതിയാവും. സെൻട്രലും സ്റ്റേറ്റും എല്ലായിടത്തും ഒരുമിച്ച് ഇലക്ഷൻ നടത്തുക എന്നുള്ള ഒരു സംവിധാനം വരിക. ഇല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരിക്കൽ ഇലക്ഷൻ, തമിഴ്നാട്ടിൽ ഒരിക്കൽ, ആസാമിൽ വേറൊരു സമയത്ത്, ഇതെല്ലാം ഒരുമിച്ച് നടത്തുകയാണെങ്കിൽ ഒരു മന്ത്രിസഭയ്ക്ക് ചിലപ്പോൾ ഒരു ആയുസ് കുറച്ച് കിട്ടിയെങ്കിൽ ചിലപ്പോൾ അതേ മന്ത്രിസഭയ്ക്ക് ആയുസ് കൂട്ടിയും കിട്ടിയെന്ന് വരും. അങ്ങനെ ഒരു സംവിധാനം ഉടനെ തീരുമാനമെടുക്കുന്നത് പോലെ ഈ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ SBT തുടങ്ങിയ ബാങ്കുകൾ SBIയിൽ ലയിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 2 ആഴ്ചയായുള്ളൂ. ഇന്നലെ മുതൽക്ക് ഏതാണ്ട് ലയനത്തിൻ്റെ പ്രൊസീജിയർ ഏതാണ്ട് കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കാൻ ഒരു സംവിധാനം വരുന്നത് വളരെ നല്ലതായിട്ട് തോന്നി. പ്രണാമം, നമസ്കാരം.